നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഈ പ്രാവശ്യത്തെയും വിഷയം യുദ്ധത്തിൻ്റെ ദുരന്തമുഖങ്ങൾ, നഷ്ടങ്ങളുടെയും അതിജീവനത്തിൻ്റെയും നേർചിത്രങ്ങൾ. ഈ ലേഖനം എഴുതിയിരിക്കുന്നത് റൂബി കല്ലറ എന്ന് പറയുന്ന ഒരു പ്രശസ്ത കവയിത്രിയാണ്. ആ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. കുറേയധികം സത്യങ്ങൾ ആ ലേഖനത്തിൽ പറയുന്നു. അത് നിങ്ങളെയും അറിയിപ്പിക്കണം എന്ന് തോന്നി. അപ്പോൾ നമ്മൾ ആ യുദ്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങളാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ വിജയപരാജയങ്ങൾ അവനാൽ തന്നെ നിർണ്ണയിക്കപ്പെടുന്നവയാണ്. നാം എടുക്കുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും നമ്മെ വലിയ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുന്നത്. കുടുംബം, സൗഹൃദം, സഹപ്രവർത്തകർ എന്നിങ്ങനെ വൈകാരിക ബന്ധങ്ങളിലൂടെയാണ് മനുഷ്യജീവിതം സമ്പന്നമാകുന്നത്. അധികാര കൊതിയുടെയും സാമ്രാജ്യത്വ മോഹങ്ങളുടെയും ഈ മാനവികതകളെ തകർത്ത് ലോകത്തെ വിനാശകരമായ യുദ്ധങ്ങളിലേക്ക് നയിക്കുന്ന യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. അത് അവശേഷിപ്പിക്കുന്നത് തീരാത്ത കണ്ണുനീർ മാത്രമാണ്. നിഷ്കളങ്ക ജീവനുകളുടെ അപഹാരം. യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ എക്കാലത്തും നിഷ്കളങ്കരായ കുട്ടികളാണ്. ഭാഷ, ദേശം, മതം എന്നിവയുടെ പേരിൽ മനുഷ്യർ ചേരിതിരിഞ്ഞ് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നാളെയുടെ വാഗ്ദാനങ്ങളാകേണ്ട ജീവനുകളാണ്. കുരുന്നുകളുടെ ദുരന്തം. യുദ്ധമെന്തെന്നോ പുകയുന്ന പകയെന്തെന്നോ അറിയാത്ത എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളാണ് മിസൈൽ വർഷങ്ങളിൽ ചിതറിത്തെറിക്കുന്നത്. വിദ്യാലയ വരാന്തകളിൽ ചേതനേറ്റ് കിടക്കുന്ന ആ കുഞ്ഞു ശരീരങ്ങൾ ലോകമനസാക്ഷിക്കേറ്റ വലിയ മുറിവാണ്. ഒരു യുദ്ധവും ഒരിക്കലും സമാധാനം കൊണ്ടുവന്നിട്ടില്ല. വർഷങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ഉപേക്ഷിച്ച് ജീവൻ കയ്യിൽ പിടിച്ച് ഇടിമുഴക്കം പോലെ വരുന്ന മിസൈലുകൾക്കിടയിലൂടെ എങ്ങോട്ടെന്നില്ലാതെ പലായനം ചെയ്യുന്ന മനുഷ്യരുടെ കാഴ്ച ഹൃദയഭേദകമാണ്. പ്രവാസികളുടെ തകരുന്ന സ്വപ്നങ്ങൾ, യുദ്ധഭൂമികളിൽ കുടുങ്ങിപ്പോകുന്ന പ്രവാസികളുടെ അവസ്ഥ അതിലും ദയനീയമാണ്. നാട്ടിലെ ബാധ്യതകൾ തീർക്കാനും കടങ്ങൾ വീട്ടി ഒരു കൊച്ചു വീട് വയ്ക്കാനും സഹോദരിമാരുടെ വിവാഹം നടത്താനും കുടുംബത്തിന് താങ്ങേകാനും വേണ്ടി മരുഭൂമിയിലേക്ക് ചേക്കേറുന്നവരാണിവർ. ഏകാന്തതയും ഭയവും ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്കും കറുത്ത പുകകൾക്കിടയിൽ ഒരു നേരത്തെ ആഹാരത്തിനോ വെള്ളത്തിനോ വകയില്ലാതെ ഭയപ്പാടോടെ ജീവിക്കുന്ന പ്രവാസികളുടെ എണ്ണം ചെറുതല്ല. പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള അകൽച്ച അത് ഏറ്റവും ദുഃഖമുളവാക്കുന്നതാണ്. വിവാഹം നിശ്ചയിച്ച ശേഷം നാട്ടിലെത്താൻ കഴിയാത്തവർ, രോഗിയായ മാതാപിതാക്കളെ അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാത്തവർ, സ്വന്തം മക്കളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ, അങ്ങനെ എത്രയോ പേരുടെ തീരാ കണ്ണീരാണ് ഓരോ യുദ്ധമുഖത്തും വീഴുന്നത്. സാമ്പത്തിക പരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ മനുഷ്യജീവന് മാത്രമല്ല പ്രകൃതിയും സമ്പദ് വ്യവസ്ഥയ്ക്കും യുദ്ധം ഏൽപ്പിക്കുന്ന ആഘാതം വലുതാണ്. പാരിസ്ഥിതിക സന്ദേശം എന്താണെന്ന് നോക്കിയാൽ ബോംബ് വർഷങ്ങൾ കാരണം അന്തരീക്ഷം കറുത്ത പുകച്ചുരുളുകളാൽ നിറയുന്നു. എണ്ണപ്പാടങ്ങൾ കത്തിയിരിയുന്നു. ഇത് പുതിയ രോഗങ്ങൾക്കും പാരിസ്ഥിതിക തകർച്ചയ്ക്കും കാരണമാകുന്നു. സാമ്പത്തിക തകർച്ചയും ഇന്ധനക്ഷമതയും. യുദ്ധം നീണ്ടുപോകുമ്പോൾ ആഗോളതലത്തിൽ ഇന്ധനക്ഷാമം രൂക്ഷമാകുന്നു. നമ്മുടെ അടുക്കളകളിൽ പോലും LPG ഉൾപ്പെടെയുള്ളവയുടെ ലഭ്യത കുറയുന്നത് സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കും. ചെറുകിട വ്യവസായങ്ങളുടെ തകർച്ച ഏറ്റവും രൂക്ഷമാണ്. വിലക്കയറ്റവും ഇന്ധനക്ഷാമവും കാരണം ഹോട്ടലുകൾ, തട്ടുകടകൾ പോലും, ആശുപത്രി, കോളേജ് ക്യാൻറ്റീനുകൾ, അനാഥാലയങ്ങൾ എന്നിവ പ്രതിസന്ധിയിലാകും. അടച്ചിടേണ്ടി വരും. പട്ടിണി പാവങ്ങളുടെ ജീവൻ അപകടത്തിലാകും. സമാധാനത്തിലേക്കുള്ള ഉണർവ് എന്താണെന്ന് നോക്കിയാൽ അപരന്റെ ദുഃഖത്തിന് അറുതി വരുത്തുവാൻ നമ്മെ കൊണ്ടാകുന്നത് ചെയ്യുക എന്നതാണ് യഥാർത്ഥ മനുഷ്യത്വം. കഠിനമായ യുദ്ധങ്ങളല്ല, ആപത്ത് കാലത്ത് സാന്ത്വനം നൽകുന്ന സഹോദര രാജ്യങ്ങളെയാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ജീവിതത്തിൽ നാം ആരുമല്ലെന്നും മനുഷ്യജീവിതം എത്ര ക്ഷണികമാണെന്നുമുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം. യുദ്ധം തൊഴിലാക്കിയവരും ആയുധ കച്ചവടക്കാരും അധികാരമോഹികളും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്.
അണുവായുധ പ്രയോഗങ്ങൾ പോലെയുള്ള സർവനാശങ്ങളിൽ നിന്നും ഈ ഭൂമി രക്ഷപ്പെടട്ടെ. അശാന്തി കെടുത്തി ലോകമെങ്ങും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വർണ്ണദീപങ്ങൾ തെളിയട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. യുദ്ധങ്ങളില്ലാത്ത ഒരു പുതിയ ലോകത്തിനായി നമുക്ക് കാത്തിരിക്കാം. പ്രാർത്ഥനയോടെ വീണ്ടും കാത്തിരിക്കാം. അല്ലാതെ നമുക്ക് സാധാരണപ്പെട്ടവർക്ക് യുദ്ധത്തിന് എതിരായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അധികാരമോഹികളായ രാഷ്ട്രീയ നേതാക്കന്മാരും ആയുധ കച്ചവടക്കാരും എല്ലാവരും ചേർന്ന് ലോകത്തിൻ്റെ സമാധാനം കെടുത്തുന്നു. ലോകത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിത മാർഗം വഴിമുട്ടിക്കുന്നു. നാട്ടിൽ പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും ഒക്കെ വിലകൾ ഉയരുന്നു. അതിൻ്റെ വിലകൾ ഉയരുന്നത് മൂലം നമ്മുടെ നാട്ടിൽ ട്രാൻസ്പോർട്ടേഷനുകൾ വളരെ ചിലവേറിയതാകുന്നു. അതുമൂലം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ പോലും ലഭ്യത കുറയുന്നു. അവയ്ക്ക് വില വർദ്ധിക്കുന്നു. യുദ്ധത്തിൻ്റെ പരിണതഫലങ്ങൾ അങ്ങനെ വളരെ വലുതാണ്. ആംബുലൻസുകൾ പോലും ഓടാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നു. കാരണം പെട്രോൾ, ഗ്യാസ്, ഡീസൽ ഇതൊന്നും ലഭ്യത കുറവാണ്. എന്തിന് നമ്മൾ ആശ്രയിക്കുന്ന ഓട്ടോറിക്ഷകൾ പോലും നിശ്ചലമാകുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതം എത്രത്തോളം മറ്റു രാജ്യങ്ങളെയും ആശ്രയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണത്. ലോകത്തെവിടെയും ഏത് മതസ്ഥരുടെ രാജ്യമായാലും അവിടെയും നമ്മൾക്ക് ആശ്രയമുണ്ട്. നമുക്ക് മാത്രമായി ഒരു ലോകത്തും ജീവിക്കാൻ പറ്റില്ല. ഒരു മതത്തിനും ഒരു രാഷ്ട്രം സ്വന്തമായി വെച്ച് ജീവിക്കണമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. എല്ലാ മതങ്ങളിൽപ്പെട്ടവരും എല്ലായിടത്തും ജീവിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് മനുഷ്യജീവിതത്തിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ റൂബി കല്ലറ എഴുതിയ ഈ ലേഖനം ഈ അവസരത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. അപ്പോൾ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി. യുദ്ധത്തിൻ്റെ പരിണത ഫലങ്ങൾ അനുഭവിച്ചേ മതിയാവൂ നമ്മൾ.